ഹലോ മച്ചന്മാരെ, എന്താ പടം ഇന്ന് നമുക്ക് ഒരു പിറന്നാൾ പരിപാടി ഉണ്ട്. നമ്മളെ ചെറുപ്പം മുതലേ നമ്മളെ സ്വന്തം കമ്പനിയായ നമ്മളെ കമ്പനിക്കാരത്തിൻ്റെ മോൻ്റെ പരിപാടി. അങ്ങനെ നമ്മളൊന്നും നോക്കില്ല, കേക്കൊക്കെ വാങ്ങിയിട്ട് വിട്ട് ഫോണ് വയ്ക്കാണ്. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത അത് നമ്മൾ പറഞ്ഞെന്താ വെച്ചാൽ, വണ്ടി കണ്ടപ്പോൾ ഇവൻ്റെ ഗമ അതിലും വലുതായിരുന്നു. ഇവൻ്റെ വിചാരം ഇവ ആരും മമ്മൂട്ടിയാ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് ഹമ്മർ എടുക്കാം. ഹമ്മർ എങ്ങനെ ഉണ്ട് കാണേ, മോഡിഫിക്കേഷൻ ആണ്, പക്ഷെ നമ്മൾ റോട്ടുമല വെച്ചേ ഇനി വല്ല MVD കണ്ടാൽ കഴിഞ്ഞ് കഥ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് കിടന്നപ്പോഴാണ് ആശാനത് ഒരു വലിയൊരു ബസ് കണ്ടിട്ട് ഇത് നോക്കിയാ ഇക്കുട്ട അടുത്ത കൊല്ലം നമ്മളിത് എടുക്കും. ആശാന്റെ വടായിയൊക്കെ കേട്ട് നമ്മളങ്ങോട്ട് നടന്നപ്പോൾ അത് അളിയ അവിടെ കാത്തിട്ട് വെൽക്കം വെൽക്കം എന്ന് പറഞ്ഞു. വെൽക്കം പറഞ്ഞാൽ പിന്നെ കയറണ്ടേ, കയറാൻ നേരത്തെ നമ്മളെ സൈനിത്താത്ത അവിടെ നിൽക്കും. വാട എന്താടാ നേരം വൈകിന്ന് പറഞ്ഞിട്ട് നിൽക്കും. അപ്പൊ നമ്മളെ സ്വന്തം കമ്പനിക്കാർക്ക് പായസമൊക്കെ കൊണ്ടുവരുന്നത്. നമ്മൾ പറഞ്ഞു നമുക്ക് പായസം വേണ്ടടി, നമുക്ക് പറ്റൂലാറിന്. അത് പറഞ്ഞപ്പം തന്നെ ഓള് നേരെ പോയി നല്ല അവക്കാടനെ കിടിലൻ ജ്യൂസ് വന്നപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല. ജോസായ മയ്യാങ്കൂട്ടി എടുത്ത് അതും കച്ചി 2ാമത്തെ ഗ്ലാസ്. പായസം എങ്ങനെ ഉണ്ട് ചോദിച്ചപ്പോൾ അവക്കാട് ഇനി നല്ലത്. അളിയനെ കണ്ട, അളിയനെ ഒരു സിനിമാ നടന്റെ ലുക്ക് ഉണ്ട്. ഏതാങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് കമന്റ് ബോക്സ്. അപ്പോഴാണ് ഒരാൾ മിന്നൽ വേഗത്തിൽ അതിലൊരു പോക്ക് അങ്ങോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോണ്ട് ആശാനും മുത്തും കൂടി പോയിട്ട് അത് ബിരിയാണി ചെമ്പിൽ അങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് എടുത്തുകൊണ്ടാകാൻ തുടങ്ങി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പിന്നെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി. ഉള്ളിൽ കയറിയപ്പോൾ കേക്ക്, മുട്ടായി ഐറ്റംസ്, ബലൂൺ എല്ലാ സാധനവും ഫുൾ സെറ്റപ്പ് ആക്കി വെച്ചിരുന്നു. അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ അതാ അളിയൻ്റെ അച്ഛൻ നല്ല ഫാനിൽ നല്ല തിരിയാണ്. ഉള്ളിൽ നോക്കിയപ്പോൾ ചെക്കൻ്റെ കരച്ചിലുണ്ട്. വല്യമ്മമാരും കൂടി നോക്കിക്കേ എന്താ ഈ ചെക്കനെ പറ്റിയത്. ചെക്കനാണെങ്കിൽ കരച്ചിൽ നിർത്തണമില്ല, ഭയങ്കര കരച്ചിലില്ല. അപ്പോഴാണ് സൽമാൻ ഗൾഫിൽ നിന്ന് വിളിച്ചത്. എന്താ മോനെ എന്തായി പാടുന്നത്. ചെക്കൻ അവിടെ ഫുഡ് കഴിച്ചോണ്ട് ഇന്ന് വിളിച്ചേട്ടോ, പാവാട്ടോ കുറേ ആയി പോയിട്ട്. അപ്പോൾ ഇവരൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു, നമ്മൾ നല്ല കാണിച്ചു കൊടുത്തു. ചെക്കനാണെങ്കിൽ കരച്ചിലെടുത്തണില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ നായകൻ്റെ ഉണ്ട് മൂപ്പര് വന്ന് ചെക്കനൊരു പൂജ അങ്ങോട്ട് കൊടുത്തിട്ടാണ്, ഞാനേ എൻ്റെ ഹാർലി ഒന്ന് സൈഡാക്കി കേട്ടെ, ഇപ്പം ശരിയാക്കി തരാം. പിന്നെ ഒന്നും നോക്കിയില്ല, മൂപ്പര് ഹാർലി കൊണ്ട് സൈഡാക്കി നേരെ ചെക്കനെടുത്ത്. ചെക്കൻ എന്താ ഹാപ്പി, അതാണ് പിള്ളേരെ ഹാപ്പി ആവണമെങ്കിൽ അതിൻ്റെ നേക്കുപരമായിട്ട് റെഡിയാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അത് കേക്ക് കൊണ്ടുപോകണം വന്നു. കേക്ക് കിട്ടിയപ്പോൾ മയ്യാങ്കുട്ടി അറിയാം ഇത് ഡാർക്ക് ഫോറസ്റ്റ് ആണ്. എടാ മണ്ട, ഡാർക്ക് ഫോറസ്റ്റ് എങ്ങനെ ചുവന്നെടുക്കാന്ന് വെച്ച്. പിന്നെ ഒന്നും നോക്കിയില്ല, ചോറിൻ്റെ അടുത്തേക്ക് ചോറൊക്കെ നിറച്ചങ്ങോട്ട് ഉപയോഗിക്കണം. അവിടെ എന്തൊക്കെയാണ്, ബീഫ് ഉണ്ട്, കോഴി ഉണ്ട്, അത് ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ടേബിളിൽ. അപ്പോഴാണ് നമ്മളെ കണ്ണ് ആദ്യം പോയി സെവനപ്പ് കണ്ടാൽ നമുക്ക് അപ്പം ബ്രസീലിന് ഓർമ്മ വരും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒക്കെ കഴിഞ്ഞില്ലേ. അത് കണ്ട് ബ്രസീൽ ഫാൻസ് ആരും കയറി പൊങ്കാല ഇടണ്ടട്ടാ. അങ്ങനെ ഒന്നും നോക്കിയില്ല, അവിടെ നിൽക്കട്ടെ, സെവനപ്പ് കേട്ടെ, ബാക്കി ചോറൊക്കെ കൊണ്ട് വാരി കൊണ്ടിട്ട്. അളിയനാണെങ്കിൽ ചോറ് ഫില്ല് ചെയ്തും കൊണ്ട് നിൽക്കുക, നമ്മളാണെങ്കിൽ തിന്നുകൊണ്ട് നിൽക്കുക. നമ്മളാണെങ്കിൽ കയ്യോ എങ്ങനെ വരെ തിന്നും, പള്ളറിഞ്ഞാലും നിർത്താത്ത ടീമാണ്. അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല, ഒരു ലെഗ് പീസ് അങ്ങോട്ട് നോക്കിയെടുത്ത് ഒരു കടിച്ചൊരു വലി. ഏതാ മോനെ ടേസ്റ്റ്, ബിരിയാണി പറഞ്ഞാൽ നല്ല ബിരിയാണി. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ അളിയും ബീഫ് ഫുഡ് കൊടുക്കും. അളിയാ മതി നിർത്തി കളി എന്ന് പറഞ്ഞു. മയ്യാങ്കുട്ടി പിന്നെ വർക്ക് തുടങ്ങിയ വേറെ ഒന്നിനും ലുക്കില്ല, ചെക്ക എപ്പോഴും വർക്കിലാണ്. അങ്ങനെ ആ പയ്യനാണെങ്കിൽ മുത്ത് ചോറുന്നു നോക്കിക്കുക, ഒന്നും നോക്കിയില്ല. ആഫ്റ്റർ ദ ഫുഡ് അടി ഞങ്ങളങ്ങോട്ട് കൊലായിരുന്നു. ആശാനാണ് പറയാം പള്ളപ്പം മുട്ട. അങ്ങനെ നമ്മളെ ബർത്ത്ഡേ ബോയും അവൻ്റെ ഉമ്മയും കൂടി പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഓരോടെ അങ്ങോട്ട് കുറച്ച് വിടായിരുന്നു. അപ്പോൾ അത് നമ്മളെ സ്വന്തക്കാർക്ക് വന്നിട്ട് ചെക്കനെ നല്ല ഹാപ്പി ആക്കി വിട്ടുള്ളത് ചേച്ചി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെന്ത് സുലാം പറഞ്ഞായിരുന്നു, ബൈ.